ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കട്ടെ. എന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ പേര് അബ്ദുൽ മജീദ് എന്നാണ്. സ്വദേശം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. 2024 ഏപ്രിൽ 2-ാം തീയതിയാണ് ട്രെദർ ഓഷൻ എന്ന പ്രൊജക്റ്റുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അതിന് എത്രമാത്രം സാധ്യത മാർക്കറ്റിൽ ഉണ്ട് എന്ന് തുടക്കത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ കേട്ട മാത്രയിൽ തന്നെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടി നേരിട്ട് പോവുകയും ഈ സബ്ജക്റ്റിനെ നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒരു 3-4 മണിക്കൂറിന്റെ ഒരു സമയം ഉപയോഗിച്ചപ്പോൾ ഈ സബ്ജക്റ്റിന് ഒരു സാധ്യതയുണ്ടെന്നും മാർക്കറ്റിൽ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നും തിരിച്ചറിയുകയും ഈ സബ്ജക്റ്റിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ന് വരെ എത്തി നിൽക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്. തീർച്ചയായും സെൽഫ് അപ്രീഷിയേഷൻ ഡെഫി പ്രൊജക്റ്റ് എന്ന ഈ ആശയം അത് എത്രമാത്രം പവർഫുൾ ആണ് എന്നറിയാൻ വേണ്ടി നമുക്ക് ഈ പ്രസന്റേഷനിലേക്ക്, അതിന്റെ സ്ലൈഡിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരക്കുകൾ ഉണ്ടാകാം. വരുന്ന 20-25 മിനിറ്റ് വളരെ ശ്രദ്ധാപൂർവം ഇവിടെ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രൊജക്റ്റിന്റെ സാധ്യത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ പ്രൊജക്റ്റിനെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. സോ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസന്റേഷന്റെ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ട്രെദർ ഓഷൻ വളരെ മനോഹരമായ ഒരു ആശയം. കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാവുന്ന കൺസെപ്റ്റിലൂടെ ഡിജിറ്റൽ ടോക്കന്റെയും ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെയും സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ട്രെദർ ഓഷൻ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇത് ഏത് മേഖലയും പോലെ തന്നെ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. കമ്മ്യൂണിറ്റിയാണ് ഇതിന്റെ യഥാർത്ഥമായ ഒരു പവർ. കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വിർച്വൽ ടോക്കൺസ് അത് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യലിലേക്ക് പ്ലഗ് ചെയ്ത് വരുമ്പോൾ എത്രമാത്രം എഫക്റ്റീവായിട്ട് അത് മാർക്കറ്റിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ പ്രസന്റേഷനിലൂടെ പഠിക്കാൻ ശ്രമിക്കാം. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ആങ്കേർഡ് ഇൻ ടെതർ. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് USDT ആണ്. ഇവിടുത്തെ എല്ലാ ട്രാൻസാക്ഷനും നിമിത്തമായി തീരുന്നത് USDT ആണ്. USDT ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ള കറൻസിയാണ് നമുക്കറിയാം. ഒരു സ്റ്റേബിൾ കോയിൻ ആണ് നമുക്കറിയാം. അതിന്റെ സാധ്യതകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ട്രെദർ ഓഷൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു ആശയമാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്നോവേറ്റീവ് ആയ ലിക്വിഡിറ്റി പൂൾസും സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻസും കമ്മ്യൂണിറ്റി സെൻട്രിങ് ഗവേൺസും കൂടി ചേരുമ്പോൾ ട്രെദർ ഓഷൻ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡിജിറ്റൽ അസറ്റുകളാണ് ഇതിലൂടെ, ഈ ഇക്കോസിസ്റ്റത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ ഡിജിറ്റൽ അസറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത ഓരോ ബൈ സെൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും പ്രൈസ് അപ്രീസിയേഷൻ നടക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഒരുപക്ഷെ ട്രേഡിംഗ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ട്രേഡിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, അത് ഫോറക്സ് ട്രേഡ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസി ട്രേഡ് ആയിക്കോട്ടെ, ഷെയർ മാർക്കറ്റ് ട്രേഡ് ആയിക്കോട്ടെ, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ആശയമാണ് ബൈ നടക്കുമ്പോഴും സെൽ നടക്കുമ്പോഴും പ്രൈസ് അപ്രീസിയേഷൻ വരിക എന്നുള്ളത്. ബയേഴ്സ് മാർക്കറ്റ് കൂടിയാൽ പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടാകും, തർക്കമില്ല. പക്ഷെ സെല്ലേഴ്സ് മാർക്കറ്റ് കൂടിയാൽ എങ്ങനെയാണ് പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടാകുക? തീർച്ചയായും ഈ പ്രൊജക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ട്രെദർ കോയിന്റെ ഒരു അഡ്വാൻറ്റേജുമാണത്. നോ റഗ് പുൾ. 100% നമുക്ക് അഷ്വറൻസ് കൊടുക്കാൻ സാധിക്കും. ഇത് റഗ് പുൾ വരുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ അടച്ചു പോകുന്ന ഒരു സിസ്റ്റം അല്ല. ഇതിന് വളരെ കൃത്യമായ ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. ഈ കാൽക്കുലേഷൻസ് പൂർണ്ണമായി ഇതിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് ഇതിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് നമുക്കൊന്ന് പോയി ഒന്ന് പരിശോധിക്കാം. എന്താണ് ഈ ബ്ലോക്ക് ചെയിനിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്? തീർച്ചയായും ട്രെദർ ഓഷന്റെ ബ്ലോക്ക് ചെയിൻ നമ്മൾ പരിശോധിച്ചാൽ BSC സ്കാനിലാണ്, BEP20 പ്ലാറ്റ്ഫോമിലാണ്. ആർക്കും ചെക്ക് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ 30,568 USDT ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാൻ നമുക്ക് ഈ സ്മാർട്ട് കോൺട്രാക്റ്റിൽ സാധിക്കും. ട്രാൻസാക്ഷൻസ് എടുത്ത് പരിശോധിക്കാം, ടോക്കൺ ട്രാൻസ്ഫർ എടുത്ത് പരിശോധിക്കാം, കോൺട്രാക്ട് എടുത്ത് പരിശോധിക്കാം. കോൺട്രാക്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺട്രാക്റ്റിൽ കോഡിംഗ്, റീഡ് കോൺട്രാക്ട്, റൈറ്റ് കോൺട്രാക്ട്, അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് റീഡ് കോൺട്രാക്ട് എന്ന ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഓരോ മെനൂസും വൺ ബൈ വൺ ആയിട്ട് കാണാൻ സാധിക്കും. ഇവർ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ സാധിക്കും. ഇതിൽ 22ാമത്തെ മെനു യൂസർ ID എന്ന മെനു ആണ്. ഇപ്പോ എത്ര പേർ വന്നു? 499 പേരാണ് ഈ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. മാർച്ച് 21-ാം ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ശരിയാണോ? നമുക്ക് പരിശോധിക്കാം. ഈ മാർച്ച് 21 എന്ന സംഖ്യ അത് കൃത്യമായിട്ടോ എന്ന് പരിശോധിക്കാൻ ട്രാൻസാക്ഷൻസിലേക്ക് പോയാൽ മതി. എല്ലാ ട്രാൻസാക്ഷൻസും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പരിശോധിച്ചാൽ അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇപ്പൊ നോക്കൂ, 28 മിനിറ്റ് മുമ്പ് ട്രാൻസാക്ഷൻ, ഏറ്റവും ലാസ്റ്റ് നടന്ന ട്രാൻസാക്ഷൻ അപ്പോഴാണ്. 1 മണിക്കൂർ മുമ്പ്, 2 മണിക്കൂർ മുമ്പ്, 5 മണിക്കൂർ മുമ്പ്, 6 മണിക്കൂർ മുമ്പ്, ഇങ്ങനെ ട്രാൻസാക്ഷൻസിന്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുമ്പോൾ വ്യൂ ഓൾ ട്രാൻസാക്ഷൻസിലേക്ക് നമ്മളൊന്ന് പോയി അതിൽ
ഏറ്റവും ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പേജ് എടുക്കാൻ സാധിക്കും. ലാസ്റ്റ് പേജ്, ഇവിടെ ലാസ്റ്റ് പേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലാസ്റ്റ് പേജിലേക്ക് ഒന്ന് പോയാൽ ആ ലാസ്റ്റ് പേജിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അത് 51 ദിവസങ്ങൾക്ക് മുമ്പാണ്. സോ 51 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ് ചെതർ ഓഷ്യൻ എന്ന് പറയുന്നത്. 51 ദിവസത്തെ പ്രായം മാത്രമായ സബ്ജക്റ്റ്. പക്ഷെ ആ സബ്ജക്റ്റിൽ തന്നെ 2024 മാർച്ച് 21 സ്റ്റാർട്ട് ചെയ്ത പലരും ഇന്ന് വളരെയധികം ഗ്രോത്തിലേക്ക് ഈ ടെതർ ഓഷ്യൻ എന്ന കറൻസി എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും ഗ്രോത്ത് അത്രയും ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് ഈ സിസ്റ്റത്തിൽ വരാൻ പോകുന്നത് മിറാക്കിൾസ് തന്നെയാണ്. എന്തൊക്കെയാണ് മിറാക്കിൾ? എങ്ങനെയാണ് മിറാക്കിൾ സംഭവിക്കുക? എന്താണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന സയൻസിന്റെ പ്രത്യേകത? നമ്മൾ തീർച്ചയായും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതൊരു റെക്ഫുൾ പ്രൊജക്റ്റ് അല്ല. ഇതിൽ പ്രീ മൈൻഡ് കോയിൻസ് ഒന്നുമില്ല. നമുക്കറിയാം മാർക്കറ്റിൽ, നെറ്റ്വർക്ക് മാർക്കറ്റ്, ഇൻഡസ്ട്രിയൽ, കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള പ്രോഗ്രാമിലെല്ലാം തന്നെ ധാരാളം ക്രിപ്റ്റോ കറൻസികൾ, ധാരാളം ടോക്കണുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം പ്രീ മൈൻഡ് ആയിട്ട് 1 മില്യൺ 10 മില്യൺ ബില്യൺ കണക്കിന് കോയിൻസ് മൈൻ ചെയ്തിട്ടാണ് വരിക. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അവർ പറയുന്നുണ്ടാകും. ആ കോയിൻസിന് വലിയ വലിയ പ്രൊജക്റ്റിന്റെ ബാക്കപ്പ് എല്ലാം പറയുന്നുണ്ടാകും. പക്ഷേ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചങ്ങ് കഴിയുമ്പോൾ ഈ പ്രൊജക്റ്റുകളൊന്നും തന്നെ മാർക്കറ്റിൽ ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഈ കാരണത്തെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അതിനൊരു സൊല്യൂഷൻ കാണാൻ ടെതർ ഓഷ്യൻ എന്ന പ്രൊജക്റ്റിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ കോയിൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. കോയിൻസ് സെൽ ചെയ്യപ്പെടുമ്പോൾ ബേൺ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ് വിച്ച് കൺട്രോൾ ദ ടോട്ടൽ സപ്ലൈ. ടോട്ടൽ സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന ഒരു സയൻസ് ആണ് ബേണിംഗ് പ്രോസസ്സിലൂടെ വച്ചിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ ഇവർ വർക്കൗട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാൽക്കുലേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ അസറ്റിന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത്? $1, $2, $10, $20, $200, $300, $0.01 വിലയുള്ള ഒരു അസറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ എങ്ങനെയാണ് ആ വില വരുന്നത് എന്ന് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അത് ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അസറ്റ്സ് ആണ്. എത്ര ലിക്വിഡിറ്റി ഉണ്ട് ആ സിസ്റ്റത്തിന്, എത്ര കോയിൻ മാർക്കറ്റിലുണ്ട്, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു വാല്യൂ ഓഫ് ആൻ അസറ്റ്, ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത്. ഇപ്പൊ $10,000 ലിക്വിഡിറ്റി ഉണ്ട്, 10,000 കോയിൻസ് ഉണ്ട് എങ്കിൽ ആ അസറ്റിന്റെ വാല്യൂ $1 ആണ്. അപ്പൊ 10,000 കോയിൻ ലിക്വിഡിറ്റിയും 10,000 ഡോളറും ഉണ്ടെങ്കിൽ $1 വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ $1 തന്നെയായിരിക്കും. പക്ഷെ അതിൽ ഒരു $100 കുറഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോൾ $9,900 ആയിട്ട് മാറി. ലിക്വിഡിറ്റി 10,000 തന്നെയാണ്, സോറി കോയിൻ നമ്പർ ഓഫ് കോയിൻസ് 10,000 തന്നെയാണ്. 9,900 കോയിൻ ഡോളറിന് 10,000 കോയിൻ എന്ന് പറയുമ്പോൾ അവിടെ വാല്യൂ 0.99 സെന്റ് ആയിട്ട് കുറഞ്ഞു, $1 താഴെ പോയി. ഇതാണ് സാധാരണ ടോക്കണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ ഓഫ് അസറ്റ്സ് അവിടെ സ്റ്റേബിൾ ആയിരിക്കും, ഒരു പ്രീ മൈൻഡ് ആയിട്ട് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ടെതർ ഓഷ്യൻ വളരെ വ്യക്തമായ ഒരു ബാലൻസിങ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ബൈ ചെയ്യുന്ന സമയത്ത് ഒരു 35%, 52% എന്ന അനുപാതത്തിലുള്ള ഒരു ബാലൻസിങ്, സെല് ചെയ്യുന്ന സമയത്ത് 10% ആൻഡ് ബേണിംഗ് എന്ന് പറയുന്ന ഒരു ബാലൻസിങ്. ഈ ബാലൻസിങ് എത്രമാത്രം പവർഫുൾ ആണെന്നാണ് നമുക്ക് ഈ പ്രസന്റേഷനിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ടെതർ ഓഷ്യൻ എന്ന പ്രൊജക്ട് നമുക്ക് തിരിച്ചറിയാൻ, ടെതർ ഓഷ്യന്റെ പവർ തിരിച്ചറിയാൻ ഒരൊറ്റ കാര്യം മാത്രം മതി. നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത്. ഈ ടേബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ $1 സമയത്ത് ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നു ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അതായത് ബൈ റേറ്റ് $1 വെച്ചുകൊണ്ട് ഏതൊരു പ്രൊജക്റ്റിലും ഒരു ബൈ റേറ്റ് ഇല്ലാതെ നമുക്ക് വാങ്ങൽ നടക്കില്ല, സെൽ റേറ്റ് ഇല്ലാതെ വിൽപ്പനയും നടക്കില്ല. സോ ബൈ റേറ്റും സെൽ റേറ്റും എങ്ങനെയാണ് ഇവിടെ റീസെറ്റ് ചെയ്യപ്പെടുന്നത്? അത് റിയൽ ടൈം ആയിട്ട് റീസെറ്റ് ചെയ്യപ്പെടുന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഒരു ബൈ റേറ്റ് സെറ്റ് ചെയ്തു, അവിടെ സെൽ റേറ്റ് ഇല്ല, കോയിൻസിന്റെ എണ്ണമില്ല, ഫൈനൽ ലിക്വിഡിറ്റിയും ഇല്ല, കാരണം സിസ്റ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സമയത്ത് $100 കൊണ്ട് ഒരാൾ വാങ്ങുകയാണ്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അതാണ്, ഒരു ബൈ ട്രാൻസാക്ഷൻ $100. സിസ്റ്റം ചെയ്യുന്നത് ഈ $100ന്റെ 52%, അതായത് $52 ലിക്വിഡിറ്റിയിലേക്ക് വരും. അതിന് പകരമായിട്ട് കസ്റ്റമർക്ക് 35%-നുള്ള കോയിൻസ് ഹോൾഡിങ്ങിലേക്ക് കൊടുക്കും. അപ്പോൾ $1 വിലയുള്ളതായതുകൊണ്ട് $35 35 കോയിൻസ് ഹോൾഡിങ്ങിൽ കൊടുക്കും. സോ ഒരു ലിക്വിഡിറ്റി വന്നു, നമ്പർ ഓഫ് കോയിൻസും വന്നു. ഇവിടെ പുതിയ ബൈയിങ് പ്രൈസ് സെറ്റ് ആവും. എങ്ങനെ? ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 1.4857 എന്ന റേറ്റിലേക്ക് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യപ്പെടും. പഴയ ബൈയിങ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറുകയും ചെയ്യും. നോക്കൂ എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ആ സയൻസ് വെച്ചിരിക്കുന്നത്. അപ്പൊ വീണ്ടും ഒരാൾ $100 കൊണ്ട് വാങ്ങിയാലോ? അദ്ദേഹത്തിന് 35% കോയിനെ കൊടുക്കുക. സോ $35 പുതിയ ബൈയിങ് റേറ്റ് അനുസരിച്ച് 1.4857 അനുസരിച്ച്
അദ്ദേഹത്തിന് കിട്ടുന്ന കോയിൻ 23.5576 കോയിൻ ആയിരിക്കും. സെയിം ടൈം ലിക്വിഡിറ്റിയിലേക്ക് $52 വീണ്ടും കയറും. അപ്പൊ ടോട്ടൽ കോയിൻ എത്രയായി? ടോട്ടൽ കോയിൻ 58.55 കോയിൻ ആയി. ലിക്വിഡിറ്റിയോ 104 ആയി. അതനുസരിച്ച് പുതിയ ബൈയിങ് പ്രൈസ് അവിടെ സെറ്റ് ആവും. 1.7760 എന്ന് സെറ്റായി. 104ന് 58.5576 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 1.7760 എന്ന റേറ്റ് കാണാൻ പറ്റും. പഴയ ബൈയിങ് റേറ്റ് 1.4857 എന്ന ബൈയിങ് റേറ്റ് പുതിയ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് റീസെറ്റ് ആയി. അപ്പോൾ ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും റിയൽ ടൈം ആയിട്ട് ലിക്വിഡിറ്റി കോയിൻ ബാലൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓരോ ബൈയിങ് പ്രോസസ് നടക്കുമ്പോഴും, ഇപ്പോൾ നാലാമത്തെ ബൈയിങ് പ്രോസസ് നടക്കുന്നു. നാലാമത്തെ ബൈയിങ് പ്രോസസ് നടക്കുമ്പോഴത്തേക്കും അവിടെ കിട്ടുന്ന കോയിന്റെ എണ്ണം 17.5593 കോയിനാണ്. കോയിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, പക്ഷെ വാല്യൂ എപ്പോഴും $35 തന്നെയാണ്. ആ വാല്യൂ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ആ അസറ്റിന്റെ മൂല്യം കൂടുമ്പോൾ അത് 35 എന്നുള്ളത് 36, 37, 38, 40 ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും 35% തുടങ്ങുക. അവിടെ നിന്ന് 100% 150% 200%, 400%, 500% എത്തുമ്പോഴത്തേക്കും നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. നമുക്കറിയാം, ഏത് സെക്ടർ എടുത്ത് നോക്കിയാലും അത്തരം ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വൈഡായിട്ട് മാർക്കറ്റിൽ നമുക്ക് അറിയാവുന്ന സെക്ടറാണ് ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് സെക്ടറിൽ ഒരു പോളിസി എടുത്താൽ നമുക്കറിയാം നമ്മൾ അടയ്ക്കുന്ന പൈസയുടെ എത്ര ശതമാനം ശരിക്കും അക്കൗണ്ടിൽ കയറുന്നുണ്ടാകും, അല്ലെങ്കിൽ ആ പോളിസിയുടെ ബാക്കപ്പിൽ വരുന്നുണ്ടാകും. വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ എക്സ്പെൻസിലേക്ക് മാറ്റിവെക്കുന്നുണ്ടാകും. പക്ഷെ ഇവർ കൃത്യമായിട്ട് 52% ലിക്വിഡിറ്റിയിൽ വയ്ക്കുന്നു. ബാക്കി 48% അതിന് കൃത്യമായ ഒരു ഇൻകം സോഴ്സ് അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ റവന്യൂ ആയിട്ട് അത് വരുന്നുമുണ്ട്. നമുക്ക് പരിശോധിക്കാം അതെങ്ങനെയാണ്. അതിനു മുമ്പ് ഒരു സെൽ ട്രാൻസാക്ഷൻ നടന്ന എന്ത് സംഭവിക്കും നമുക്കൊന്ന് പരിശോധിക്കാം. അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ഒരു സെൽ ട്രാൻസാക്ഷൻ ആണ്. ഇവിടെ 95.82 കോയിനാണ് അതുവരെയും സംഭവിച്ചിരിക്കുന്നത്. അവിടെ 25 കോയിൻ സെല് ചെയ്യപ്പെട്ടാൽ ആ 25 കോയിൻ ബേൺ ചെയ്യും. അപ്പോൾ ഫൈനൽ കോയിൻ എത്രയായി മാറി? 70.82 ആയിട്ട് മാറി. ആ 25 കോയിൻ പോയി സിസ്റ്റത്തിൽ. പിന്നെ അപ്പൊ കോയിന്റെ എണ്ണം കുറഞ്ഞു. ലിക്വിഡിറ്റിയോ? ലിക്വിഡിറ്റിയും കുറയും. കാരണം എന്താ? അതിന് തുല്യമായിട്ടുള്ള കറൻസി ഇപ്പോൾ $25 സെല്ലിംഗ് പ്രൈസ് 1.9932 ആണ്. അത് വെച്ചിട്ടുള്ള കറൻസി അവർക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു 10% ലിക്വിഡിറ്റി എന്ന് ഹോൾഡ് ചെയ്യും. ബാക്കി 90% ആണ് കസ്റ്റമർക്ക് കൊടുക്കുക. ഇപ്പൊ $100 കോയിൻ ഞാൻ സെല് ചെയ്താൽ എനിക്ക് $90 കിട്ടും. $10 ലിക്വിഡിറ്റി എന്ന് നിലനിൽക്കുകയും ചെയ്യും. ഞാൻ വിറ്റ 100 കോയിൻ അവിടെ സെല്ല് ബേൺ ചെയ്ത് കളയുകയും ചെയ്യും. അപ്പൊ കോയിന്റെ എണ്ണം അവിടെ മിനിമൈസ് ചെയ്യുന്നു, ലിക്വിഡിറ്റി കൂടുന്നു. കുറച്ച് കോയിന് കൂടുതൽ ലിക്വിഡിറ്റി വരുന്ന സാഹചര്യം അവിടെയും സൃഷ്ടിക്കപ്പെടുകയാണ്. അതുവഴി വീണ്ടും അടുത്ത ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെറ്റ് ആവുന്നു. ആ സെൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 2.3036 ബൈയിങ് പ്രൈസ് അപ്ഡേറ്റ് ആയി. പഴയ ബൈയിങ് പ്രൈസ് ആയ 2.1706 ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് അപ്ഡേറ്റ് ആയി. വീണ്ടും വാങ്ങുന്നു, വീണ്ടും വിൽക്കുന്നു, വീണ്ടും വാങ്ങുന്നു, വീണ്ടും വിൽക്കുന്നു. ഈ പ്രോസസ്സ് എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാലും ഓരോ ബൈയും ഓരോ സെല്ലും ഇതിന്റെ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഗുണം? അദ്ദേഹം വരുന്നു, അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ആണ്. ലോകത്തെ എല്ലാ മേഖലയിലും നമ്മൾ ഇൻവോൾവ് ആവുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം. ആ നേട്ടങ്ങൾ ആ കോയിൻ ഹോൾഡ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ മാത്രം നടക്കും. എന്നാൽ ഈ സിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ ആ കോയിൻ ഹോൾഡിങ്ങിലൂടെ കിട്ടുന്ന നേട്ടം മാത്രമല്ല ആ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. തീർച്ചയായും ഈ മഹത്തരമായ ആശയത്തെ പബ്ലിക്കിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് വേണം. സോ ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ വന്നവരാണ്. ഓരോ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഒരു ബസ്സിനെ പോലെയാണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ടെതർ ഓഷൻ എന്ന ഓപ്പർച്യൂണിറ്റിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ ഈ ബസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സോ റിച്ചാർഡ് ബ്രാൻസന്റെ ഈ വാക്കിനെ കടമെടുത്തുകൊണ്ട് ഇതിന്റെ പ്രസന്റേഷന്റെ ഭാഗ്യഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ടെതർ ഓഷൻ ഒരു 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡെഫി പ്ലാറ്റ്ഫോം which manage the total supply and liquidity defining the further buy prices of the token. എല്ലാ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഓരോ ബൈയിങ് പ്രൈസും കൃത്യമായി ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യപ്പെടുകയാണ്. സെല്ല് നടക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാണ്. ഇവിടെ മാനുവൽ ഓപ്പറേഷൻസ് ഒന്നും വേണ്ട. 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. റിയൽ ടൈം ബൈ ആൻഡ് സെൽ. ബൈ നടക്കുന്നതും സെല്ല് നടക്കുന്നതും റിയൽ ടൈം പ്രോസസ് ആണ്. ഇവിടെ കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. ഒരു സെല്ലിംഗ് കോയിൻ ഇട്ടു, ഒരു ബയർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലിക്വിഡിറ്റിയിൽ നിന്ന് നേരിട്ട് സെല് ചെയ്യുന്നവർക്ക് USDT കൊടുക്കുകയാണ്. ബൈ ചെയ്യുമ്പോൾ റിയൽ ടൈം ആയിട്ട് കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ നടക്കുന്ന പ്രോസസ്സിംഗ് ടൈമും മാത്രം, അത് 1 മിനിറ്റിൽ താഴെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിംഗ് ടൈമും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ.
റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട്സ്. അഫിലിയേറ്റ്സിന് കൃത്യമായ പേ ഔട്ട് റിയൽ ടൈം കൊടുക്കുന്നു. റിയൽ ടൈം പേ ഔട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. നമ്മുടെ കപ്പാസിറ്റി അത് വലുതാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഏൺ ചെയ്യാവുന്നതിന് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. ഇന്ന് നിങ്ങൾ $10 ലക്ഷം ഏൺ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തോ, ഈ സിസ്റ്റത്തിന്റെ പേ ഔട്ട് സിസ്റ്റം നിങ്ങളെ സഹായിക്കും. ആ $10 ലക്ഷം ഏൺ ചെയ്യാൻ ആവശ്യമായ ബിസിനസ് വോളിയം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. അതിന് നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇന്ന് 10 ലക്ഷം USDT നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. സോ പ്രാപ്യമല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, പ്രാപ്യമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് പ്രാപ്യമായ കാര്യങ്ങൾ? സിസ്റ്റം പറയുന്നു $20 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യാം. ബിനാൻസിലൊക്കെ പോലെ, ഏതൊരു എക്സ്ചേഞ്ചിലും പോലെ ഒരു മിനിമം ബൈയിങ് എമൗണ്ട് ഉണ്ട്. ബൈയിങ് ക്വാണ്ടിറ്റി ഇവിടെ $20 ആണ്. 20 USDT നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലോ മെറ്റാമാസ്കിലോ ടോക്കൺ പോക്കിലോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറാം. നിങ്ങളുടെ കയ്യിൽ 21 ഉണ്ട്, ചെയ്യാം. 25 ഉണ്ട്, ചെയ്യാം. 28 ഉണ്ട്, ചെയ്യാം. 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 108 ഉണ്ട്, 150 ഉണ്ട്. അങ്ങനെ പരമാവധി $1000 വരെയാണ് ഇതിന്റെ പാക്കേജ്. നമ്മൾ എടുക്കുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ അതിന്റെ 35% കോയിൻ ആ സമയത്തുള്ള ബൈയിങ് പ്രൈസിൽ നമുക്ക് വേണ്ടി ഹോൾഡിംഗിൽ തരും. $1000 നമ്മൾ സ്പെൻഡ് ചെയ്താൽ $350 തുല്യമായിട്ടുള്ള കോയിൻസ് ആ സമയത്തെ ബൈയിങ് പ്രൈസിൽ നമുക്ക് അപ്പം തന്നെ തരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ആ ഒരു ബൈയിങ് പ്രൈസിൽ നമ്മൾ വാങ്ങി, അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് എന്നൊരു 1000 കൊണ്ട് വീണ്ടും വാങ്ങിയേക്കാം. പക്ഷെ ഒരിക്കൽ പോലും ആദ്യം വാങ്ങിയ അത്രയും കോയിൻ വീണ്ടും കിട്ടില്ല. കാരണം നിങ്ങൾ വാങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ ബൈയിങ് പ്രൈസ് റീ അപ്ഡേറ്റ് ആയി പോയി. പുതിയ ബൈയിങ് പ്രൈസിൽ മാത്രമേ സെക്കൻഡ് പർച്ചേസ് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ജീവിതത്തിൽ ഈ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് ഒരാൾ വന്നാൽ അദ്ദേഹത്തിന് ഒരു വിലയ്ക്ക് ഈ കോയിൻ കിട്ടുന്നത് ഒരേ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും. സെക്കൻഡ് ടൈം അയാൾക്ക് വാങ്ങണമെങ്കിൽ വേറൊരു റേറ്റിൽ വാങ്ങിയേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഇന്ന് $100 വേണ്ടി കുറെ കോയിൻസ് ഒരാൾ കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഒരു 250 കോയിൻ കൊടുത്തു. ഫോർ എക്സാമ്പിൾ നാളെ $100 കിട്ടാൻ $250 വേണ്ടി വരില്ല, 250 കോയിൻ വേണ്ടി വരില്ല. ഒരു 240 230 കോയിൻ മതിയാവും. കാരണം ആ സെല്ല് ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് റീ അപ്ഡേറ്റ് ആയി. ഇവിടെ $20 $1000 ഇടയ്ക്ക് നിൽക്കുന്ന ഒരു റേഞ്ച് ആയതുകൊണ്ട് ഏതൊരാൾക്കും ഈ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറാൻ സാധിക്കും. ആ പാർട്ടായിട്ട് മാറുന്ന പ്രോസസ്സിലൂടെ വലിയൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ട് ഇതിനെ മാറ്റിയാൽ മാത്രം മതി. സോ നമുക്ക് കിട്ടുന്ന 35% കോയിൻ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റിന് പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി മനസ്സിലാക്കുമ്പോൾ രണ്ട് ലിമിറ്റേഷനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ലിമിറ്റേഷൻസ് സിസ്റ്റത്തിൽ വച്ചിരിക്കുന്നത് നമ്മുടെ അപ്രീസിയേഷന്റെ അളവ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കോയിൻ സെല്ലിംഗ് ലിമിറ്റ് ആണ്. നമ്മുടെ കയ്യിൽ കോയിൻസ് ഉണ്ട്. ഇപ്പോൾ $1000 ഒരാൾ മുടക്കുന്നു. $1000 $350 കോയിൻസ് അദ്ദേഹത്തിന് കിട്ടും. ഇപ്പോഴത്തെ ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നത് 0.15 റേഞ്ചിലാണെങ്കിൽ $350 ഡിവൈഡ് ബൈ 0.15 എന്ന റേറ്റിലേക്ക് നമ്മൾ നോക്കിയാൽ ഏകദേശം 2333 കോയിൻസ് ആണ് കിട്ടുക. ഈ കോയിൻസ് $1 വിലയിൽ അദ്ദേഹം സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ $2333 സെല്ല് ചെയ്യാൻ സാധിക്കും. പക്ഷെ കോയിൻ ലിമിറ്റ് സിസ്റ്റം വെച്ചിരിക്കുന്നത് നമ്മുടെ പാക്കേജ് $1000 ആണെങ്കിൽ $2000 തുല്യമായിട്ടുള്ള കോയിൻസ് വിൽക്കാൻ പറ്റും. $100 ആണ് നമ്മുടെ പാക്കേജ് എങ്കിൽ $200 തുല്യമായിട്ടുള്ള കോയിൻസ് വിൽക്കാൻ പറ്റും. $20 ആണ് നമ്മുടെ പാക്കേജ് എങ്കിൽ $40 തുല്യമായ കോയിൻസ് വിൽക്കാൻ പറ്റും. അപ്പൊ അതിൽ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിലോ, ഇപ്പൊ 2333 കോയിൻ കിട്ടിയ ഒരാൾക്ക് $2333 വിഡ്രോ ചെയ്യണം. എന്ത് ചെയ്യണം? അദ്ദേഹം വീണ്ടും റീ ബൈ ചെയ്യണം. ആ റീ ബൈ ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റായ ഇരട്ടിയിലേക്ക് വീണ്ടും സെല്ലിംഗ് നടക്കാൻ സാധിക്കും. ആ റീ ബൈ എന്ന് പറയുന്നത് 1000 ചെയ്ത ഒരാൾക്ക് വീണ്ടും 1000 വേണമെന്നില്ല, 20 മതി. ഒരു മിനിമം ബൈ റേഞ്ചിൽ നിന്നുകൊണ്ട് ആർക്കും റീ ബൈ ചെയ്യാം. അപ്പൊ നമ്മുടെ കയ്യിൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വീണ്ടും വീണ്ടും വാങ്ങാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ ജെനുവിനിറ്റി ബോധ്യപ്പെടുന്ന എല്ലാവരും ഇത് മാക്സിമം വാങ്ങിയെടുക്കാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ അവിടെ കയ്യിലുള്ള കോയിൻസ് വിൽക്കാനും ശ്രമിക്കും. ആ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 200% എന്ന ആ ലെവലിലേക്ക് അത് ഒതുങ്ങുമ്പോൾ വീണ്ടും റീബൈ പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു ചെറിയ കമ്മ്യൂണിറ്റി വന്നാൽ മതി. ഇപ്പൊ 499 പേരുടെ കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞു, നമ്മൾ കണ്ടു. ആ കമ്മ്യൂണിറ്റി ഒരു 1000 ആളിലേക്ക് എത്തുമ്പോൾ, ഒരു 1500 ആളിലേക്ക് എത്തുമ്പോൾ അപ്പോഴത്തേക്കും ആദ്യകാലങ്ങൾ വന്ന ആൾക്കാർക്കെല്ലാം ഒരു ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ ഈ സിസ്റ്റത്തിൽ ആ ഒരൊറ്റ കമ്മ്യൂണിറ്റി മാത്രം അവരുടെ പ്രോഫിറ്റ് എടുക്കുകയും അവർ അതിനുവേണ്ടിയുള്ള റീടോപ്പ് അപ്പ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്യുന്ന സമയത്തിൽ മാത്രം ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. നേട്ടങ്ങളിലേക്ക് ഉയരുന്ന ഏത് സിസ്റ്റത്തെയും കമ്മ്യൂണിറ്റി വളരെ ആവശ്യത്തോടെ ഏറ്റെടുക്കും. സുഹൃത്തുക്കളെ, ആ ടൈമിലേക്ക് ടെതർ ഓഷ്യൻ ഇപ്പോൾ നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ
ഈ സിസ്റ്റം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ തയ്യാറുള്ള ഒരുപറ്റം ആൾക്കാർ മാർക്കറ്റിൽ വരും. മാർക്കറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ആൾക്കാർ വരും. അവർക്കും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ഇൻകം ലിമിറ്റ്. പാക്കേജിന്റെ 3x. $100 പാക്കേജ് എങ്കിൽ $300 വരെ വിഡ്രോ ചെയ്യാം. $1000 പാക്കേജ് എങ്കിൽ $3000 വരെ വിഡ്രോ ചെയ്യാം. അതിൽ കൂടുതൽ വന്നാലോ വരുന്ന ഇൻകം എല്ലാം അവിടെ കീപ്പ് ചെയ്യും, നഷ്ടപ്പെടുത്തി കളയില്ല. വിഡ്രോ ചെയ്യണമെങ്കിൽ വീണ്ടും റീബൈ ചെയ്യണം. സോ റീബൈ ഇവിടെ കോയിൻ സെല്ലിങ്ങിനും ഇൻകം ലിമിറ്റിനും വച്ചിട്ടുണ്ട്. Get repeated commission when your team members reinvest to increase their limit. അവർ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വീണ്ടും റീബൈ ചെയ്യുമ്പോൾ കമ്മീഷൻസ് അപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ഈ സിസ്റ്റത്തിന്റെ പാർട്ടിലേക്ക് വരാം. എന്തെല്ലാം ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ട്? ഒന്ന്, ഡെഫി ബേസ്ഡ് വിർച്വൽ കോയിൻ അപ്രീസിയേഷൻ ആണ്. നമ്മൾ കിട്ടിയ കറൻസി അതിന്റെ വാല്യൂ അപ്രീസിയേഷൻ നടന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഇൻകം ഒരു പൂൾ ഇൻകം ആണ്. അത് 3 ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. 100, 500, 1000. ഈ എമൗണ്ടിന്റെ സിംഗിൾ ബൈ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുന്നവർക്ക് മാത്രം. അതായത് ഞാൻ ഈ പാക്കേജ് എടുത്തപ്പോൾ $20 സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും റീടോപ്പ് പോയപ്പോൾ 20 ചെയ്തു, വീണ്ടും 50 ചെയ്തു. പക്ഷെ എപ്പോഴെങ്കിലും റീബൈ ചെയ്തപ്പോൾ ഒരു 100 കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ എനിക്കൊരു പൂൾ ഇൻകം കിട്ടും. ഒരു 500 ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഒരു പൂൾ ഇൻകം കിട്ടും. ഒരു 1000 ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഒരു പൂൾ ഇൻകം കിട്ടും. അപ്പൊ 100, 500, 1000. അപ്പോ ഒരാളുടെ 1600 ചെയ്യാൻ തയ്യാറായി. ആദ്യം 100 ചെയ്തു, പിന്നെ 500 ചെയ്തു, പിന്നെ 1000 ചെയ്തു. സോ അയാൾക്ക് $100 കിട്ടുന്നവരെയും ഒരു പൂൾ ഇൻകം കിട്ടും. $500 കിട്ടുന്നവരെയും അതിന്റെ പൂൾ ഇൻകം കിട്ടും. $1000 കിട്ടുന്നവരെയും അതിന്റെ പൂൾ ഇൻകം കിട്ടും. അതിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. ഓരോ ദിവസത്തെയും ടേൺ ഓവർ സിസ്റ്റം എടുക്കും. ആ ടേൺ ഓവറിന്റെ 4% പൂൾ ഇൻകത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ആ 4% ഫണ്ട് എത്രയെന്ന് നോക്കും. എന്നിട്ട് $100 ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 500 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 1000 10 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മൊത്തം പോയിന്റ് എടുക്കും. വന്ന ടേൺ ഓവറിന്റെ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വാല്യൂ കിട്ടും. ഒരു പോയിന്റിന്റെ വാല്യൂ 30 സെന്റ് എന്ന് കണക്കാക്കിയാൽ $100 30 സെന്റ് അന്ന് ROE ആയിട്ട് കിട്ടും. $500 $1.5 കിട്ടും. $1000 $3 കിട്ടും. നാളെയോ? നാളെ ഇതുപോലെ ടേൺ ഓവർ ഉണ്ടാവും, പോയിന്റ് ഉണ്ടാവും. അതനുസരിച്ച് ഒരു പോയിന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടാവും. അതനുസരിച്ച് വരുമാനം കിട്ടും. എത്ര നാൾ കിട്ടും? $100 $100 കിട്ടുന്നവരെ കിട്ടും. ആ വരുന്ന എമൗണ്ട് അപ്പോൾ വേണേൽ വിഡ്രോ ചെയ്യാം. $1/2 $1/2 വിഡ്രോ ചെയ്യാം. അതിനൊന്നും പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഇല്ല. വിഡ്രോ ചെയ്ത ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് ആ ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം മാത്രം മതി. ആ USDT നിങ്ങളുടെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന USDT ആണ്. സോ രണ്ടാമത്തെ ഇൻകം ആണ് പൂൾ ഇൻകം. അത് 100, 500, 1000 ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. മൂന്നാമത്തെ ഇൻകം ആക്റ്റീവ് സോഴ്സ് ഇൻകം ആണ്. അത് ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് തരിക. ഇതൊരു ലെവൽ പ്ലാൻ ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. ലെവൽ 1ൽ നിന്ന് 10% നമ്മുടെ ഇൻകം. അതായത് ഒരാൾ നമ്മൾ സ്പോൺസർ ചെയ്താൽ അവർ എത്ര എമൗണ്ടിന്റെ പാക്കേജ് എടുക്കുന്നുണ്ടോ അതിന്റെ 10% കിട്ടും. അവർ എപ്പോഴെല്ലാം റീടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം 10% നമുക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കും. സെക്കൻഡ് ലെവൽ അവർ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സെക്കൻഡ് ലെവലാണ്. ലെവൽ 2ൽ നിന്ന് 5% കിട്ടും. അവർ പരിചയപ്പെടുന്ന നമ്മൾ മൂന്നാമത്തെ ലെവലാണ്. മൂന്നാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന്, ഇൻഫിനിറ്റ് ലെവലിൽ നിന്നാണ് ഇൻകം. അത് 5 മുതൽ 20% വരെയുണ്ട്. അത് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻകം കിട്ടാനുള്ള പോസിബിലിറ്റി ഇതിന്റെ ഇൻകം സ്ട്രക്ചറിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിലെ 10, സെക്കൻഡിലെ 5, ഇൻഫിനിറ്റി 20. അപ്പോൾ 35% അവിടെ ഉപയോഗിച്ചു. 4% ഒരു പൂൾ ഇൻകത്തിന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഇനി ഒരു 4% കൂടി ഉണ്ട്. അത് ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് ഈ 3 റാങ്കുകാർക്ക് കൊടുക്കുന്ന ഒരു പൂൾ ഇൻകം ആണ്. അതിനുവേണ്ടി സിസ്റ്റം എടുക്കുന്ന കണ്ടീഷൻ ഇതാണ്. 4% ഫണ്ട് എത്രയെന്ന് നോക്കും, പോയിന്റ് എത്രയുണ്ടെന്ന് നോക്കും. ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഗോൾഡുകാരന് 1 ഷെയർ കൊടുക്കും, എമറാൾഡിന് 2 ഷെയർ കൊടുക്കും, എമറാൾഡുകാരന് 1 ഷെയർ കൊടുക്കും, ഡയമണ്ടുകാരന് 2 ഷെയർ കൊടുക്കും. ഇപ്പോൾ ഒരു $22 ലക്ഷം ടേൺ ഓവർ ഉള്ള ഒരു ദിവസം 12,500 USDT ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു ഡയമണ്ട് ലീഡർക്ക് കിട്ടുന്നത് 4,160 USDT ആണ്. നോക്കൂ, ആ ഇൻകം മാത്രം വിഡ്രോ ചെയ്യാൻ അദ്ദേഹത്തിന്റെ പാക്കേജ് $1000 പാക്കേജാണ് മാക്സിമം പാക്കേജ്. അതിന്റെ 3x ആയിട്ടാണ് ഇൻകം വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. സോ ആ എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ തന്നെ അദ്ദേഹം ടോപ്പ് അപ്പ് ചെയ്തേ പറ്റൂ, വീണ്ടും റീബൈ ചെയ്തേ പറ്റൂ. സോ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവൽ ഇൻകവും സെക്കൻഡ് ലെവൽ ഇൻകവും ഇൻഫിനിറ്റ് ലെവൽ ഇൻകവും കൂടെ കൂട്ടിച്ചേരുമ്പോഴോ ഒരുപക്ഷെ അദ്ദേഹം ഒരു $10,000 വിഡ്രോ ചെയ്യുന്ന ആളായിരിക്കാം. എങ്കിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം അദ്ദേഹം റീബൈ ചെയ്യേണ്ടി വരും? 1000, 3000 വിഡ്രോ ചെയ്തു, വീണ്ടും 1000, അടുത്ത 3000 വിഡ്രോ ചെയ്തു, വീണ്ടും 1000, അടുത്ത 3000 വിഡ്രോ ചെയ്തു. അപ്പോഴും $9,000 വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. $10,000 എത്തുമ്പോൾ വീണ്ടും ഒരു റീബൈ ചെയ്തേ പറ്റൂ. സോ ഇൻകം കൂടുതൽ വാങ്ങുന്ന ആൾക്കാർ റീബൈകളുടെ എണ്ണവും ഒരു ദിവസം കൂട്ടിക്കൊണ്ടേയിരിക്കും. അത് മാക്സിമം പാക്കേജിലാണെങ്കിൽ പോലും. അങ്ങനെ വരുമ്പോൾ
ഈ സിസ്റ്റത്തിൽ ബൈ നടക്കാനും സെല്ല് നടക്കാനുള്ള പ്രോസസ്സിന്റെ സാധ്യത അനന്തമാണ് സുഹൃത്തുക്കളെ. എങ്കിൽ ഇവിടെ കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അവർ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും ഇതിന്റെ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാൻ പോകുന്നത്. അവർ ചിന്തിക്കുന്നതിനപ്പുറം ഗ്രോത്തിലേക്ക് ടെതർ ഓഷൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റാങ്കിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സിൽവർ റാങ്ക് എത്താൻ വേണ്ടി സിമ്പിൾ ക്രൈറ്റീരിയ സിസ്റ്റം വെച്ചിട്ടുള്ളൂ. ഒരു 100 USDT പാക്കേജ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ 20 സ്റ്റാർട്ട് ചെയ്ത ആളായിരിക്കാം, പക്ഷെ ടോപ്പ് അപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും 100 USDT നിങ്ങൾ എത്തിക്കൊള്ളണം. 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ഉണ്ടാകണം. മിനിമം 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ്. മാക്സിമം എത്ര വേണം ലാഭം, അതിന് കണ്ടീഷൻസ് ഇല്ല, മിനിമം അത്ര വേണമെന്നേ പറയുന്നുള്ളൂ. ആ സ്പോൺസർഷിപ്പിലൂടെ ഒരു $500 ഡയറക്റ്റ് ബിസിനസ് വോളിയവും കൊണ്ടുവരണം. ടോട്ടൽ ടീം വോളിയം $5000 എത്തിയാൽ നമ്മൾ സിൽവർ റാങ്ക് എത്തി. സിൽവർ റാങ്ക് എത്തിയാൽ ഗുണം എന്താണെന്നറിയാമോ? ഒരു 5% അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് കിട്ടും. അപ്പോൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ സ്പോൺസർ ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുക. ഫസ്റ്റ് ലെവൽ കമ്മീഷൻ എത്ര കിട്ടും? 10 കിട്ടും. കൂടാതെ സിൽവറിന്റെ 5 കിട്ടും. സ്വാഭാവികമായിട്ടും 15% അവിടെ നമുക്ക് കിട്ടുന്ന ഇൻകം. അപ്പൊ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ ഈസി ആണോ ഇല്ലയോ? സിമ്പിൾ ഇമാജിൻ ചെയ്ത് നോക്കി. 100 USDT ഒരു ID നിങ്ങൾ എടുത്തു, നിങ്ങൾ $1000 5 പേരെ റെഫർ ചെയ്തു, നിങ്ങൾ സിൽവർ ക്വാളിഫൈ ചെയ്തില്ലെന്ന് ആലോചിച്ച് നോക്കി. 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പായി, $500 ഡയറക്റ്റ് വോളിയമായി, $5000 ടീം വോളിയമായി, കഴിഞ്ഞു. സിൽവർ റാങ്ക് ക്വാളിഫൈ തോന്നേ. അത്ര സിമ്പിളാണ് ഇതിന്റെ കാൽക്കുലേഷൻസ്. പിന്നെ നിങ്ങൾ ആറാമതൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $150 നിങ്ങൾക്ക് അവിടെ ഇൻകം കിട്ടും. $150 എന്ന് പറഞ്ഞാൽ എത്രയാണ് സുഹൃത്തുക്കളെ? ഒരു ദിവസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, ഒരു ബിസിനസ് എടുത്താൽ കിട്ടാവുന്ന ഇൻകം എത്രയാണ്? നമ്മൾ ഏത് മേഖല ഇൻവോൾവ് ആയാലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇൻകമാണ്, കൈ നിറച്ച് ഇൻകം. പക്ഷെ വരുമാനം എന്ന് മാത്രം ഫോക്കസ് ചെയ്ത് കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മേഖല സസ്റ്റെയിൻ ചെയ്യുന്ന മേഖലയായിരിക്കണം, നിലനിൽക്കുന്ന മേഖലയായിരിക്കണം. സോ കൃത്യമായ അനുപാതത്തിൽ ലിക്വിഡിറ്റി കീപ്പ് ചെയ്തുകൊണ്ട്, കൃത്യമായ കറൻസിയുടെ എണ്ണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഓരോ സെല്ലും ബൈയും പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ പോകുന്ന ടെതർ എന്ന സിസ്റ്റം നിങ്ങൾ അന്ന് സീരിയസ് ആയി ഏറ്റെടുത്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗോൾഡ് റാങ്ക് എത്താൻ വേറെ ഒരു കണ്ടീഷൻസും അഡീഷണൽ ആയിട്ട് വേണ്ട. 2 സിൽവർ ഓരോ ലെഗിൽ ഉണ്ടാകണം. 5 ഡെഫിനറ്റ് ലെഗ് ഉണ്ട്. ചിലപ്പോൾ 10 ഉണ്ടാകും, ചിലപ്പോൾ 20 ഉണ്ടാകാം, ചിലപ്പോൾ 30 ഉണ്ടാകാം. അതിൽ ഏതെങ്കിലും 2 ലെഗിൽ ഒരു സിൽവർ, രണ്ടാമതൊരു ലെഗിൽ വേറൊരു സിൽവർ. ടോട്ടൽ ബിസിനസ് വോളി 25,000. ഒരു സിൽവർ വരുമ്പോൾ തന്നെ $5000 ബിസിനസ് ആയി അല്ലേ? ഇപ്പൊ 2 സിൽവർ ഒന്ന് $10,000 ബിസിനസ് ആയി. സോ ഒരു $10,000 ബിസിനസ് കൊണ്ടുണ്ടെങ്കിൽ ഗോൾഡ് റാങ്ക് ആയി. ഗോൾഡ് റാങ്ക് ആയാൽ 10% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. സോ ഗോൾഡ് റാങ്കിൽ നിന്നുകൊണ്ട് ഒരാൾ ഒരു ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ചെയ്താൽ 10% ഡയറക്റ്റ് റഫറൽ ഇൻകം കിട്ടും, 10% ഗോൾഡിന്റെ ഇൻകം കിട്ടും. 20% നമ്മുടെ ഇൻകം മാറി. എമറാൾഡ് ആയാലോ? എമറാൾഡ് ആവാൻ 2 ഗോൾഡ് മതി ഡിഫറെന്റ് ലെഗില്. സോ സിൽവർ ആയ 2 പേരെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ ഒരു ഗോൾഡിലേക്ക് പെട്ടെന്ന് മാറുന്നുണ്ടാകും. അങ്ങനെ മാറുമ്പോൾ തന്നെ ഏകദേശം എത്രയാ? $50,000 ബിസിനസ് നടന്നിട്ടുണ്ടാവും. കാരണം $25,000 ബിസിനസ് ആണ് ഒരു ഗോൾഡ് എന്ന് പറയുന്നത്. $50,000 ബിസിനസ്, വീണ്ടും ഒരു $50,000 ബിസിനസ് എടുത്ത് $1,00,000 ആയി. എമറാൾഡ് ആയി. സിമ്പിൾ അല്ലേ? സോ 15% നമ്മുടെ അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറി. ഡയമണ്ട് റാങ്ക് ആകാൻ 2 എമറാൾഡ് ടീമിൽ വരണമെന്നാണ് പറയുന്നത്. സോ $2,00,000 ബിസിനസ് അവിടെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി $3,00,000 ബാക്കി എല്ലാ ലെഗിലൂടെയും കണ്ടെത്തിയാൽ മതി, നമ്മൾ ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്താൽ 20% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. അപ്പൊ നമ്മൾ ഡയമണ്ട് ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടീമിൽ എമറാൾഡ് ഉണ്ട്, അവരുടെ ടീമിൽ ഗോൾഡ് ഉണ്ട്, അവരുടെ ടീമിൽ സിൽവർ ഉണ്ട്. അവരുടെ ടീമിലാണ് ഒരു ബിസിനസ് നടക്കുന്നതെങ്കിൽ ആ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പെർസെന്റേജ് വൈസ് ആയിരിക്കും. സിൽവറിന് കൊടുക്കേണ്ട 5 കൊടുക്കും, ഗ്യാപ് കമ്മീഷൻ 5 ഗോൾഡിന് കൊടുക്കും, ഗ്യാപ് കമ്മീഷൻ 5 എമറാൾഡിന് കൊടുക്കും, ഗ്യാപ് കമ്മീഷൻ 5 ഡയമണ്ടിന് കൊടുക്കും. അതുകൊണ്ട് തന്നെ ടീം എത്ര ഗ്രോ ചെയ്ത് പൊക്കോട്ടെ, എത്ര ഡെപ്തിൽ ബിസിനസ് നടന്നോട്ടെ, കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കാൻ ഈ സിസ്റ്റത്തിന് സാധിക്കും. ഒരു തരത്തിലുള്ള ഗ്യാപ്പോ ഒരു തരത്തിലുള്ള കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമോ ഈ സിസ്റ്റത്തിന് വരത്തില്ല. സോ സുഹൃത്തുക്കളെ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആശയത്തെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ടെതർ ഓഷനെ ഒന്ന് സ്നേഹിക്കാൻ, ഇതിന്റെ സിസ്റ്റത്തെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ആരാണോ ഈ മീറ്റിംഗ് ഹാളിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹത്തെ ഇന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കണം. ഇത് വൈകേണ്ട ബിസിനസ് അല്ല, നോക്കി നിൽക്കേണ്ട ബിസിനസ് അല്ല, ഏറ്റെടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ട ബിസിനസ് ആണ്. ആളുകളിൽ നിന്നും ആളുകളിലേക്ക് വളരെ വേഗം പോകുന്ന ഈ ആശയത്തെ ഏറ്റെടുത്താൽ, ഇന്ന് നമുക്ക് കപ്പാസിറ്റി ഉണ്ട് $1000 സ്പെൻഡ് ചെയ്യാനെങ്കിൽ $1000 നമ്മൾ ഇന്ന് തന്നെ സ്പെൻഡ് ചെയ്യണം, ഇന്ന് തന്നെ മാക്സിമം കോയിൻ ഹോൾഡ് ചെയ്യണം. എന്തുകൊണ്ട്? ഓരോ ദിവസം ചെല്ലുന്തോറും കോയിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ 10 ദിവസം കഴിഞ്ഞ് വാങ്ങാമെന്ന് വിചാരിച്ചാൽ 10 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ബൈയിങ് പ്രൈസിൽ ആണ് നമുക്ക് കോയിൻ കിട്ടത്തുള്ളൂ. ഇന്ന് $0.15 കിട്ടുമെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ ഒരു 0.17 എന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എങ്കിൽ 0.17 റേഞ്ചിൽ കിട്ടുന്ന കോയിൻ എന്ന് പറയുന്നത് ഇന്ന് കിട്ടുന്ന കോയിന്റെ അത്രയും ഇല്ല. എണ്ണം തീരെ കുറയും, പക്ഷെ വാല്യൂ സെയിം ആണ്. 35% കോയിൻ അപ്പോഴും കിട്ടും.
അപ്പൊ എത്ര കാലം കഴിഞ്ഞാലും ഒരുപക്ഷെ 0.0001 ബിറ്റ്കോയിൻ ഒക്കെ ഇന്ന് വാങ്ങും പോലെയാണ്. 2016 കാലഘട്ടങ്ങളാണ് ബിറ്റ്കോയിൻ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് ഒരു ബിറ്റ്കോയിൻ വാങ്ങാൻ 23,000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് 23,000 രൂപ കൊടുത്താൽ കിട്ടുന്നത് 0.00000 സംതിങ് ബിറ്റ്കോയിൻസ് ആയിരിക്കും. കാരണം അത്രമാത്രം ഹ്യൂജ് പ്രൈസിംഗിലേക്ക് ബിറ്റ്കോയിൻ മാറി. പക്ഷേ 23,000 രൂപ കൊടുത്താൽ കിട്ടുന്ന ബിറ്റ്കോയിൻ വീണ്ടും ഞാൻ ഹോൾഡ് ചെയ്താൽ അതൊരു കാലഘട്ടം കഴിയുന്ന സമയത്ത് ഹ്യൂജ് എമൗണ്ടിന് എനിക്ക് വിൽക്കാൻ സാധിക്കും. പക്ഷേ പീരീഡ് ഓഫ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. വിശ്വസിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിനാവശ്യമായ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ പ്രസന്റേഷൻ ഭാഗം കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു. ഓവർ ടു ശിവദാസ് സാർ. താങ്ക് യു സാർ, വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. വളരെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്. എവറിത്തിങ് ഇസ് ക്ലിയർ. അപ്പൊ ഞാൻ ഇതില് എനിക്ക് ആഡ് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ എല്ലാവരും ഞാനൊന്ന് ഒരു ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് കൂടണമെന്നുള്ളതിന്റെ മാത്രം ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ബൈ പ്രൈസ് ഉണ്ട്, സെൽ പ്രൈസ് ഉണ്ട്. 150,212 ആണ് ബൈ പ്രൈസ്. 0.150,194 ആണ് സെൽ പ്രൈസ്. ഓക്കെ, ഞാനിപ്പോ ഈ സെൽ പ്രൈസിൽ ഞാൻ കുറച്ച് കോയിൻസ് ഞാൻ വിറ്റ് കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബൈ പ്രൈസിൽ വ്യത്യാസം, ബൈയും സെൽ പ്രൈസിലും വരുന്ന വ്യത്യാസം നമുക്ക് കാണാം. ഇപ്പൊ എന്റെ വാലറ്റില് ഇപ്പൊ ഇതിൽ ടെതർ കിടക്കുന്നത്, USDT കിടക്കുന്നത് BNB $4 ഉണ്ട്, പക്ഷെ ടെതർ 0 ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ സെല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെൽ എമൗണ്ട് ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു 100 കോയിനാണ് ഞാൻ വിൽക്കുന്നത്. അപ്പൊ അതിന്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ 0.15 റേറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 15.0194 ആണ് കിട്ടുക. അപ്പൊ 15.0194ന്റെ 90% ആയിരിക്കും എനിക്ക് വാലറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരെ സെൽ എന്ന് പറയുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ എനിക്ക് വിൽക്കാനുള്ള കോയിൻസിന്റെ എണ്ണം 100 ആണ്. ഞാൻ ഇനി സെല്ലെന്ന് അടിക്കുന്നു. അത് നേരെ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ബ്ലോക്ക് ചെയിനിലേക്ക് പോകും. ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് നമ്മൾ അതിനുള്ള ഒരു കൺഫർമേഷൻ കൊടുക്കണം. അപ്പൊ ആ ഒരു കൺഫർമേഷൻ ഞാൻ കൊടുക്കുകയാണ്. വെയിറ്റ് ചെയ്യണം. 100 കോയിൻ സെല് ചെയ്ത് കഴിഞ്ഞു. സെല് ചെയ്ത് അതിന്റെ ട്രാൻസാക്ഷൻ പ്രൊസീജിയർ, ബ്ലോക്ക് ചെയിനിലെ ട്രാൻസാക്ഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന എമൗണ്ട് അവിടെ ഓൾറെഡി എത്തി. 15ൽ നിന്ന് അതിന്റെ 90%, അപ്പൊ 13.5, $1.5 കുറച്ച് ബാക്കി $13.5 ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് അതിന്റെ പ്രൈസ് വ്യത്യാസം വന്നോന്നുള്ളൂ. ഇപ്പൊ 212 ആണ് അതിന്റെ പ്രൈസ് ഉള്ളത്. അപ്പൊ ഇത് ബ്ലോക്ക് ചെയിനിൽ പോയി വീണ്ടും തിരിച്ച് അതിന്റെ കാൽക്കുലേഷൻ നടക്കണം. ആ കാൽക്കുലേഷൻ ഒന്ന് റിഫ്രഷ് ആവും. പിന്നെ ഏകദേശം ഒരു 30-40 സെക്കൻഡ്സ് ആണ് എന്റെ നോർമലി എടുക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, 150.22 ആയി. നേരത്തെ ഉണ്ടായിരുന്ന 150.212 എന്ന് പറയുന്ന ബൈ പ്രൈസ് ഇപ്പൊ സെൽ പ്രൈസിലേക്ക് മാറുകയും ചെയ്തു. അവിടെ 212 ആണ്, ഇവിടെ 22ലേക്ക് ആ ഒരു ബൈ പ്രൈസ് അപ്ഡേറ്റ് ആയി. അപ്പൊ പ്രൈസ് കൂടുകയാണ് ചെയ്തത്. മനസ്സിലായത്? ഇതാണ് ഇതിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിലുള്ളൂ. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് കാൽക്കുലേഷൻ ആണ്. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ സംശയം ചോദിക്കേണ്ടവര് ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്യാം. 1 by 1 ആയിട്ടൊന്ന് ഹാൻഡ്സ് റേസ് ചെയ്താൽ അവരെ അൺമ്യൂട്ട് ചെയ്ത് തരാം. അൺവാണ്ടഡ് നോയ്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സംശയങ്ങളൊന്നുമില്ല. എല്ലാം മജീദ് സാറിന് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, വേറെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. മജീദ് സാറിന് കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത പ്രോഗ്രാം നമുക്ക് തിങ്കളാഴ്ച നമുക്ക് നടത്താം. അപ്പൊ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.